ഹായ്, നമസ്കാരം സുഹൃത്തുക്കളെ. 2M ഇൻഫോ സൊല്യൂഷൻ്റെ പുതിയൊരു വീഡിയോട്ട് എല്ലാവർക്കും സ്വാഗതം. 2M ഇൻഫോ സൊല്യൂഷൻ്റെ ലെറ്റ് മീ ലേൺ സീരീസിൽ ഇന്ന് നമ്മൾ ഫേസ്ബുക്ക് ട്യൂട്ടോറിയൽ ഫോർ ബിഗിനേഴ്സിൻ്റെ ഫസ്റ്റ് സീരീസിൽ എന്താണ് FB മോണിറ്റൈസേഷൻ എന്ന് നോക്കാം. ഡാഷ്ബോർഡിൽ മോണിറ്റൈസേഷൻ, അതിനു മുമ്പ് മോണിറ്റൈസേഷൻ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. മോണിറ്റൈസേഷൻ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഫേസ്ബുക്കിൽ കണ്ടന്റ് ഉണ്ടാക്കുന്ന അതുപോലെ പേജുകൾ അതിൻ്റെ പ്രവർത്തനത്തിലൂടെ പണം സമ്പാദിക്കാൻ കഴിയുന്ന ഒരു ഇതാണ് മോണിറ്റൈസേഷൻ എന്ന് പറയുന്നത്. നമുക്ക് ആർക്കാണെങ്കിലും അങ്ങനെ ചെയ്യാൻ പറ്റുന്നതാണ്. അത് നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ നമുക്ക് വരുന്ന വീഡിയോകൾ, പോസ്റ്റുകൾ, റീലുകൾ അതെല്ലാം പ്രേക്ഷകരിൽ എത്തിക്കുന്നതോടെ അതായത് മെറ്റ വഴി മറ്റ് ബ്രാൻഡുകൾ വഴിയെല്ലാം നമുക്ക് വരുമാനം കിട്ടുന്നൊരു പ്രക്രിയയാണ് മോണിറ്റൈസേഷൻ എന്ന് പറയുന്നത്. പാർട്ട്ണർഷിപ്പ് ആഡ് അല്ല, പാർട്ട്ണർഷിപ്പ് ക്യാൻ ആഡ് റൺസ്. നമുക്ക് ആഡെല്ലാം റൺ ചെയ്യാം. ആഡ് ഗൺ ഓഡിയൻസസ് ഷെയർ യു ക്യാൻ സ്റ്റോപ്പ് ആഡ്സ് എനി ടൈം. ഓക്കെ, ഇത് സ്റ്റാർട്ട്സ് അങ്ങനെയല്ല. നമ്മൾ പക്ഷേ ഫസ്റ്റ് പേയ്മെൻറ്റ് കൊടുക്കണം. ഒരു ഇത് കൊടുക്കണം, പേയ്മെൻറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇൻട്രസ്റ്റ് കൊടുക്കണം. അതുപോലെ തന്നെ സബ്സ്ക്രിപ്ഷൻ്റെ ഇത്, കണ്ടന്റ് മോണിറ്റൈസേഷൻ, നമ്മൾ വരുന്ന ഒരു ഫേസ്ബുക്ക് വീഡിയോ, ഒരു ലോങ് വീഡിയോ ആണെങ്കിൽ അതിൻ്റെ ഇടയിൽ 1 മിനിറ്റ് ഇടയിൽ നമുക്ക് ഫേസ്ബുക്ക് പരസ്യങ്ങൾ കാണിക്കാം. അങ്ങനെ നമുക്കത് ചെയ്യാൻ പറ്റും ഫേസ്ബുക്ക്. അങ്ങനെ പിന്നെ റീലുകളിൽ പരസ്യം കാണിക്കാം. പിന്നെ സ്റ്റാറുകൾ കാണില്ല, സ്റ്റാർ അങ്ങനെ ഒരു ഫാൻ സബ്സ്ക്രിപ്ഷനോടെ അവിടെ നമ്മൾ ചെയ്യുന്ന ഓരോ പോസ്റ്റിന് ഓരോ ഇതുണ്ട്. നമുക്കിപ്പോൾ മോണിറ്റൈസേഷനുള്ള ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പോസ്റ്റിൻ്റെ അതായത് കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യണം, കണ്ടൻറ്റ് മോണിറ്റൈസേഷൻ പോളിസി അതൊക്കെയുണ്ട്. അതായത് ഈ വിദ്വേഷ പ്രസംഗം അങ്ങനത്തെ, പിന്നെ ലൈംഗികത അങ്ങനത്തെ ഉള്ള ഇതൊന്നും പാടില്ല. പിന്നെ ഏജ് ഒരു 18 വയസ്സ് പൂർത്തിയായിരിക്കുന്നവർക്ക് ഇത് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ പേജിന് കുറച്ച് ഫോളോവേഴ്സ് ആവശ്യമുണ്ട്. ഒരുപാട് ലിമിറ്റ് ഉണ്ട്, എത്ര ഫോളോവേഴ്സെങ്കിലും വേണമെന്നുണ്ട്. പിന്നെ സ്ഥലം എന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ നമ്മുടെ രാജ്യത്തിൽ കുഴപ്പമില്ല, പക്ഷേ ചില രാജ്യങ്ങളിൽ മോണിറ്റൈസേഷൻ ഇല്ല, അതിന് ഇത് ഉണ്ടാവില്ലായിരിക്കും, ഒരു ബാൻ ഉണ്ടാവും അവിടെ. ഇപ്പോൾ അതുപോലത്തെ ചില കൺട്രികളുണ്ടാവും, അവിടെ ഒന്നും പറ്റില്ല. നമുക്ക് കുഴപ്പമില്ല, നമ്മൾ ഇന്ത്യയിലായതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ നമ്മൾ ഒറിജിനാലിറ്റി ആയിരിക്കണം നമ്മുടെ കണ്ടൻറ്റ് ഇതിൽ പറയുന്നത്. അതൊക്കെയാണ് മെയിൻ പ്രൊഫഷണൽ. ഡാഷ്ബോർഡ് വഴി നമുക്ക് മോണിറ്റൈസേഷൻ ടൂളുകൾ ഈസിയായി ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഇതാണ് ഈ കോഴ്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള 3 വാട്സപ്പ് നമ്പറുണ്ട്, അതിലോട്ട് നിങ്ങൾ മെസ്സേജ് അയക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇമെയിൽ ID ഉണ്ട്, അതിൽ നിങ്ങൾക്ക് മെയിൽ അയക്കാവുന്നതാണ്. നിങ്ങളുടെ ഡൗട്ട് ഞങ്ങൾ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. 2M ഇൻഫോ സൊല്യൂഷനിൽ നിന്ന് നിങ്ങൾക്ക് കൂടുതൽ ഡിജിറ്റൽ മാർക്കറ്റിങ്ങുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇത് ഷെയർ ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയും ചെയ്യുക. നിങ്ങളുടെ പഠനത്തിന് ആവശ്യമായ എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾ ചെയ്തു തരുന്നതാണ്. എല്ലാവിധ ആശംസകളും നേരുന്നു. അടുത്ത ക്ലാസ്സിൽ പുതിയ ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. ബൈ.